വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി. നോക്കാം നമുക്ക് ഇന്നത്തെ കാഴ്ചയിൽ. നമസ്കാരം. വിമാനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നത്. 1977 നവംബർ 4 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി സഞ്ചരിച്ച റഷ്യൻ നിർമ്മിത പുഷ്പക് Tu-124 എന്ന വിമാനം ആസാമിലെ ജോർഹട്ടിൽ വെച്ച് അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടായത്. ഈ വിമാനം പ്രതികൂല കാലാവസ്ഥയിൽ ജോർഹട്ടിലെ ഒരു ചതുപ്പ് നിലത്തിലേക്ക് മൂക്കുകുത്തി പതിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കൂടെ മകൻ കാന്തിഭായ് ദേശായി, അരുണാചൽ മുഖ്യമന്ത്രി PK തുങ്കൻ, അന്നത്തെ IB ഡയറക്ടർ ജോൺ ലോബോ തുടങ്ങി 24 പേരാണ് ആ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരം അപകടത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നറിയപ്പെടുന്നത് വളരെ വിരളമാണ്, അത്ഭുതമാണ്. എന്നാൽ ചുണ്ടിലെ ഒരു ചെറിയ മുറിവോടുകൂടി, ചെറിയൊരു പരിക്കോടുകൂടി അദ്ദേഹവും മറ്റ് 24 അംഗ സംഘവും രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ അപകടത്തിൽ 5 വിദഗ്ധരായ പൈലറ്റുമാരാണ് മരണപ്പെട്ടത്, നമുക്ക് നഷ്ടമായി. അതിൽ തിരുവനന്തപുരം സ്വദേശി മാത്യു സിറേറ്റ് എന്നറിയപ്പെടുന്ന പൈലറ്റും ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും രക്ഷപ്പെട്ടത് ഈ പൈലറ്റുമാരുടെ പ്രത്യേക കഴിവ് തന്നെയായിരുന്നു. ഇത് നോസ് ലാൻഡിംഗ് നടത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഈ നോസ് ലാൻഡിംഗ് നടത്തി ഈ പൈലറ്റുമാര് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് പ്രധാനമന്ത്രിയെ രക്ഷിച്ചു എന്നാണ് വിദഗ്ധരായ വൈമാനികർ പറയുന്നത്. സൈന്യത്തിലെ വിദഗ്ധരായ വൈമാനികർ പറയുന്നത്. എന്താണ് നോസ് ലാൻഡിംഗ് എന്നറിയപ്പെടുന്നത്? ഈ നോസ് ലാൻഡിംഗ് എന്നറിയുന്നത് വിമാനത്തിന്റെ മുൻവശത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് വിമാനത്തിന്റെ മുൻവശത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗിയർ ആണ് നോസ് ലാൻഡിംഗ് ഗിയർ എന്നറിയപ്പെടുന്നത്. ഈ നോസ് ലാൻഡിംഗ് ഗിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡിംഗ് സമയത്ത് സ്ഥിരത നൽകുകയും പിന്നെ എന്തെങ്കിലും ഷോക്ക് ഉണ്ടെങ്കിൽ അതിനെന്താണ് ആഗീരണം ചെയ്യുകയും ചെയ്തു സേഫായിട്ട് മൂക്കുകുത്തി വിമാനം താഴേക്ക് പതിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൂക്കുകുത്തി പതിക്കുക. അതായത് നോസ് ലാൻഡിംഗ് ഗിയർ ഉപയോഗിച്ചതുകൊണ്ട് വിമാനത്തിന് മുൻവശം ഇടിച്ച് ഇറങ്ങിയത് കൊണ്ട് ആണ് പ്രധാനമന്ത്രിയും സംഘവും രക്ഷപ്പെട്ടത്. അപ്പൊ നോസ് ലാൻഡിംഗ് നടത്തിയത് കൊണ്ട് തന്നെ, മൂക്കുകുത്തി ഇടിച്ചത് കൊണ്ട് തന്നെ വൈമാനികരുടെ ജീവൻ അപകടത്തിലാവുകയും പ്രധാനമന്ത്രിയുടെയും സംഘത്തിന്റെ ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞത് എന്നാണ് വിദഗ്ധരായ വൈമാനികർ പിന്നീട് റിപ്പോർട്ട് ചെയ്തത്. അപ്പോ പ്രധാനമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈമാനികർ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വടക്ക് കിഴക്കൻ സന്ദർശനമായിരുന്നു ഈ യാത്ര. ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് ആസാമിലെ ജോർഹട്ടിലെത്തി അവിടെ നിന്ന് അന്ന് തന്നെ തിരിച്ച് ഡൽഹിയിൽ എത്തണമെന്നായിരുന്നു ചാർട്ട് ചെയ്തിരുന്ന പദ്ധതി. എന്നാൽ തിരിച്ച് വരുമ്പോൾ സമയത്ത് മോശം കാലാവസ്ഥയായിരുന്നു. എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രിയുടെ നിർബന്ധപ്രകാരം അന്ന് തന്നെ തിരിച്ച് യാത്ര വരണം എന്നുള്ള കാരണത്താലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് വിദഗ്ധരായ 5 പൈലറ്റുമാർ നഷ്ടപ്പെട്ടു. പക്ഷെ പ്രധാനമന്ത്രി സംഘത്തെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇതില് നമ്മുടെ തിരുവനന്തപുരം സ്വദേശി മാത്യു സുരേഖിന്റെ അന്നത്തെ മരണം ഒരു വളരെ ദുഃഖകരമായ സംഭവമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.